ഇതിന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇന്നിവിടെ പ്രാതൽ വിളമ്പിയ തന്നെ കൊണ്ടോറെടുക്കാൻ. എന്താ മോളെ മിസ് കുമാരി, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? തള്ളപ്പട എര മുണങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പരീക്കുട്ടിയെ, ഉപ്മാവിൽ വെള്ളം കൂടിപ്പോയി, ഉറച്ചു കിട്ടുന്നില്ല. ഉറച്ചു കിട്ടിയില് കുറച്ചുകൂടി ലൂസായിക്കാളാ. എവിടെ നോക്കട്ടെ. ആ ഇതിലേ കുറയും കൂടി വെള്ളം ഒഴിച്ചു നന്നായിട്ട് ചൂടാക്ക്, എന്നിട്ട് ഓരോ പിഞ്ഞാണത്തിലാക്കിയാണ്ട് ഒഴിച്ചു കൊടുക്ക്. അപ്പൊ അതിനൊരു പേര് വേണ്ടേ? അതിനല്ലേ സൂപ്പ് സൂപ്പ് എന്ന് പറയാ? അല്ല പിന്നെ വല്ലാത്തൊരു അരിക്കാരൻ തന്നെ പരീക്കുട്ടിയെ ഇങ്ങള്. രാവിലെ 3 ഇഡ്ഡലിയും ചട്നിയും ഉണ്ടെങ്കിൽ ലേശം ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും. മരിക്കണേന്റെ മുമ്പ് അങ്ങനെ ഒരു കാപ്പ് കുടിക്കാൻ കഴിയുമോ ആവോ? ഇവിടത്തെ അടുക്കളയിലുള്ള നശൂലങ്ങളെ നാട് കടത്തിയിട്ട് ആലോചിച്ചാ മതി. ആരെ നാട് കടത്തുന്ന കാര്യമാണ് ചാർത്തി? ഒന്നുമില്ല എന്റെ പരീക്കുട്ടി, ഈ ഭൂമി മലയാളം വിട്ട് അങ്ങ് പരലോകത്തേക്ക് പോണ കാര്യം പറഞ്ഞതാണ്. ഓ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങി. ഇതെന്താ ഇത്? സൂപ്പ് ഹെൽത്തിന് ബെസ്റ്റാ. തനിക്കൊരു മേൽക്കുപ്പായിട്ട് നടന്നൂടോ? ആ, ഞാനൊരു കോട്ടുണ്ടയ്യൊക്കെ കെട്ടിവിടെ ഇങ്ങനെ നടക്കാം. ഇത് 5 സ്റ്റാർ ഹോട്ടലല്ലേ, വേണമെങ്കിൽ സൂപ്പർ ജനിട്ട് പോവാൻ നോക്കിന്ന്. ഇതെന്താ ഇത്? പശയാ? ഏയ്, പശത്ര ലൂസ് ഉണ്ടാവില്ല, ഇത് ജൂപ്പ്. നാക്കി വെക്കാൻ കൊള്ളില്ല. ഇതിനെ സൂപ്പെന്ന് വിളിക്കണേ? ആരും കഴിക്കാൻ തോന്നണില്ല. കഴിക്കാത്തവരുണ്ട്, പുറത്തിറങ്ങി വായി വച്ചിട്ടാ മതി, നല്ല കടൽക്കാറ്റും കിട്ടും. ഇവിടെ എങ്ങനെയൊക്കെ പറ്റൂ. ഞങ്ങളെ മാസം പണം എണ്ണി തന്നിട്ടാ, അല്ലാണ്ട് നിന്റെ ഒന്നും ഓസിനല്ല. അനാഥാലയത്തിലെ മാതിരി വെച്ച് വിളമ്പണത് മിണ്ടാതെ തിന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. സൂപ്പ് കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു, ഇത് നീ തന്നെ അങ്ങ് കുടിച്ചോടാ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടോ? താനെന്താടോ മാവില് മോന്തോത്തി വീണോ? മാവിന്റെ മേലെ വീണതൊന്നുമല്ല, കൗസല്യാമ്മ സൂപ്പ് മോത്തെടുത്ത് ഒഴിച്ചതാ. സൂപ്പോ? കൊല്ലും ഞാനാ തള്ളനെ. ഓ, ഇവിടെ ഇപ്പൊ സൂപ്പാന്നോ കാലത്തെ കാപ്പിക്ക് പകരം? താനിങ്ങനെ എല്ലിന് ബലം വയ്ക്കുന്ന ആഹാരം ഉണ്ടാക്കി കൊടു. ശരീരം പുഷ്ടിപ്പെട്ട് തള്ളമാർ ഒടുക്കം തന്റെ കഴുത്തിന് പിടിച്ച അമുക്കും. ഉപ്പുമാവിന് വെള്ളം ജാസ്തിയായപ്പോ ഞാനത് ലൂസാക്കി ഒഴിച്ചതാ, അല്ലാതെ ഞാനിപ്പോ അച്ഛക്ക് മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കല്ലേ. ആ തന്നെ, നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കി മാറ്റിന്ന്. എല്ലാത്തിനും വരട്ടാൻ കിട്ടുന്ന ഒരു ചാൻസാ അല്ലേ? ഇവിടുത്തെ അന്തേവാസികളുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഇന്ന് ഡൈനിങ് ടേബിളിൽ കാണിച്ച ധിക്കാരം ഇവിടെ വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റാഫിനെ ദേഹോപദ്രവം ചെയ്യുന്നവരെ മാനേജ്മെന്റിന് പറഞ്ഞയക്കേണ്ടി വരും. മൂക്കിൽ പഞ്ഞിയും തിരികെ പെട്ടിയിലോട്ട് കയറ്റേണ്ട പ്രായമായി എല്ലാത്തിനും. എന്നിട്ട് കയ്യിലിരിപ്പ് ഇപ്പോഴും പെശക. ചുമ്മാതല്ല വീടിനും വീട്ടുകാർക്കും വേണ്ടത് അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ അലയുന്നത്. എടോ നിർത്തടോ. താൻ ആരെയാ ഈ പ്രാകുന്നത്? തന്നെ ഒരു അമ്മ പ്രസവിച്ചല്ലേ അല്ലേടോ? തന്റെ തന്റെ ഏറാടിയുടെ ഉമ്മർത്ത് ഭിക്ഷയെടുക്കാൻ വന്നവരല്ല ഇവിടെ ഉള്ളവരാരും. കന്നാലികൾക്ക് കൊടുക്കാൻ പഠിക്കുന്ന ആഹാരം ഉണ്ടാക്കി തന്നിട്ട് അത് കഴിച്ചോണോന്ന് ഓർഡർ ഇട്ടാലേ ഇപ്പൊ അവന്റെ മുഖത്തെറിഞ്ഞതേ ഉള്ളൂ. ഇനി തലവഴി ഒഴിക്കും. ചിലപ്പോ എടുത്തോണ്ട് പോയി അടുപ്പത്തെ പാത്രത്തെ മുക്കിയൊന്നും വരും. ഓ പിന്നെ കൊറേ മുക്കും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര തൃപ്തിയാവുന്നില്ലല്ലേ? ഇറങ്ങിക്കോ, മനസ്സിലിറങ്ങാൻ. ഇതാരാ? ഒരു ദിവസം ഞാൻ ഇനി തീ വെക്കും. ചുണ ഉണ്ടെങ്കിൽ അത് ചെയ്യ്. വേണോന്ന് വെച്ചാ താൻ എന്നെ കയറി പിടിക്കാൻ വന്നു പറഞ്ഞ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ അർണോസ്. യെസ്, ഐ ആം അർണോസ്. പ്രസിദ്ധനായ ഒരു പാതിരിയുടെ പേരിൽ ഒരു പന്നൻ, അത് നിങ്ങളാണല്ലേ? താൻ എന്നതാ പറഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞല്ല, പുറത്തൊരു അമ്മയോട് നിങ്ങളെ കുറിച്ച് ചോദിച്ചു, അവരുടെ കമന്റാ. എനിവേ, ഐ എം വിവേക്, കരുണാലയത്തിന്റെ പുതിയ മാനേജർ. ഏറാടി സാറ് പറഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഹലോ. പറഞ്ഞായിരുന്നു അങ്ങോട്ട് മാനേജ് ചെയ്താട്ടെ. ഈ എണ്ണക്കട്ട ജന്തുക്കളെ മാനേജ് ചെയ്യാൻ ഒരുത്തൻ ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു തൊട്ടിയാ പ്രതീക്ഷിച്ചു. തൊട്ടിയാവാനും വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളെ പോലൊരു പാതാളക്കരണ്ടിക്ക് കിട്ടാത്തത് ഒരു തൊട്ടിയിൽ പൊക്കിയെടുക്കാൻ ചിലപ്പോ. ഓ, ഇയാള് പൊക്കിയാട്ടെ. അയ്യോ, ലാബില് സ്പിരിറ്റ് ലാമ്പിന്റെ മേളിൽ വെച്ച ലായനി വറ്റി കാണുമോ എന്തോ. ഓ, കമ്മീഷൻ. അയാളെന്താ ലാബ് ലൈനി എന്നൊക്കെ പറഞ്ഞു? വലിയ സയന്റിസ്റ്റ് അല്ലേ? കറുത്തോരെ വെളുപ്പിക്കാനും വെളുത്തോരെ കറുപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അല്ല, പുതിയ മാനേജരാന്ന് പറഞ്ഞത്? അതെ. ആരെ? മേരിക്കുട്ടി ടീച്ചർ. എനിക്കൊന്ന് കാണുമായിരുന്നു. ടീച്ചറെ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെ എനിക്ക് കാണണം, സംസാരിക്കണം. ഇവിടെ ജീവിക്കുന്ന ഞാനടക്കമുള്ള സ്ത്രീകൾക്കെല്ലാം പറയാൻ ഓരോ കഥകളുണ്ട്. ഇതുപോലൊരു തുരുത്തിലെത്തിപ്പെട്ടതിന്റെ കഥകൾ. അതിലൊരു സമാനത കാണാൻ കഴിയുക എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിൽ ആർക്കും തന്നെ തിരിച്ചു പോകാൻ ഒരു വീടില്ല എന്നതാണ്. അല്ല ടീച്ചർ, ഞാൻ ചോദിക്കുന്ന ഈ അസൗകര്യങ്ങൾക്ക് നടുവിൽ കഴിയുന്നേക്കാൾ ഭേദമല്ലേ മറ്റൊരു സ്ഥലം കണ്ടെത്തി എല്ലാരും ചേർന്നങ്ങ് മാറുന്നത്? അതിനുള്ള സഹായം എന്താ വെച്ചാൽ ഞാൻ ഏറാടി സാറിനോട് പറഞ്ഞ്. ഏറാടി എന്താ കുഞ്ഞിന് ഓഫർ ചെയ്തത്? ഈ വൃദ്ധകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചെടുത്ത അയാൾക്കെന്തോ വലിയ ഗുണമുണ്ടെന്നറിയാം.
അതിന് നിയോഗിച്ച പുതിയ ആളിന് കാര്യം നടന്നാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. ഏറാടി സാറ് വലിയ കുഴപ്പത്തിലാണ്. ഏതാണ്ട് ഞാനും. ഞങ്ങളും അതെ. ഈ മേരിക്കുട്ടി ടീച്ചർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മക്കള് 4 അമേരിക്കയില്. ടീച്ചറിന്റെ കെട്ടിയോ മരിച്ചപ്പോ മക്കള് ടീച്ചറിനെ അങ്ങ് സ്റ്റേറ്റ്സിലോട്ട് കൊണ്ടുപോയി. അവിടെ മാറി മാറി മക്കളുടെ കൂടെ പേരക്കുട്ടികളെ നോക്കി വീട്ടുകാവലും ഒക്കെ ആയിട്ട് അങ്ങ് കൂടി. നല്ല ചെമ്പാവരി ചോറും കൊടമ്പുളിയിട്ട മീൻചാറും ഒക്കെ കഴിച്ച് പള്ളിയും നോമ്പും കൺവെൻഷനും ഒക്കെ ആയിട്ട് നടന്ന ടീച്ചർക്ക് അമേരിക്കയിലെ എയർ കണ്ടീഷൻഡ് ജയിൽവാസം മടുത്തു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാ നടന്ന ചതി അറിയുന്നേ. റോഡരികത്തിരുന്ന വീട് ഇടിച്ചു നിരത്തി ഇളയ മകൻ ജോസും അവന്റെ അമ്മായിയപ്പനും കൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു. ഫലത്തില് കിടപ്പാടവില്ല. ടിക്കറ്റ് എടുക്കടാ നാട്ടിലോട്ടെന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞു. നേരെ ഇങ്ങോട്ടാ പോണത്. പാർവതി അമ്മ പാലക്കാട്ടൊരു അഗ്രഹാരത്തിലെയാ. പിള്ളേർക്ക് പാട്ട് ട്യൂഷൻ എടുത്തും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും വളർത്തി വലുതാക്കിയ മകളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചു. കെട്ടി പുതുമോടി മാറും മുമ്പ് അവനും അവന്റെ വീട്ടുകാരും കൂടെ തുടങ്ങി സ്ത്രീധന വകയിൽ കണക്കൊത്തിട്ടില്ലാത്ത കാശിന്റെയും പൊന്നിന്റെയും പിച്ചളപാത്രത്തിന്റെ പേര് പറഞ്ഞ് കുട്ടിയുടെ പ്രാണനെടുക്കാൻ. ബാക്കിയുള്ള സ്വത്തെന്ന് പറയാനുള്ളത് ഒരു കിളിക്കൂട് പോലത്തെ വീടാ. അതും കൂടി വിറ്റ് പണമാക്കി വാക്ക് പാലിക്കാൻ വേണ്ടി ഓടിച്ചെന്ന പാവം കണ്ണിന് നേർക്ക് കണ്ടതേ പൊന്നുമോളെ കൊന്ന് ഫാനില് കെട്ടിത്തൂക്കുന്ന ദ്രോഹിയാ. കയ്യിൽ കെട്ടിയതുകൊണ്ട് അവന്റെ കഥ അങ്ങോട്ട് കഴിച്ചു. പിന്നെ കുറച്ചുനാള് ജയിൽവാസം കഴിഞ്ഞ് ഇവിടേക്ക് പോന്നു. അമ്മ ഇവിടെ മഹാഭാഗ്യവതിയായിരുന്നു. മരണം പോലും അടുക്കാൻ ധൈര്യം കാട്ടാത്ത മഹത് ജന്മം. ഒരേ ഒരു മകൻ. അവനൊരു മകള് പിറന്നപ്പോ ഉത്സവമായിരുന്നു വീട്ടില്. മാറി മാറി കയ്യിന്ന് താഴെ വെക്കാതെ എല്ലാവരും കൂടി ഓമനിച്ച് അദ്ദേഹം കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടി ഓഫീസിൽ പോക്ക് വരെ നിർത്തി. തഹസിൽദാരായിരുന്നേ. എന്തിനാ പറയുന്നേ, കുഞ്ഞുവാവയുടെ ചോറ് ഉണ്ണ് തിരുപ്പതി പോയി. അദ്ദേഹത്തിന്റെ നേർച്ചയായിരുന്നു. മടങ്ങി വരണ വഴിയില് ഒരു ആക്സിഡന്റ്. ഈ മഹാഭാപിയായി ഞാൻ ഒഴികെ എല്ലാരും കൂടെ ഭഗവത് സന്നിധിയിലേക്ക് പോയി. എന്നെ തനിച്ചാക്കിയിട്ട് കുറെ നാൾ ആസ്പത്രിയില്. തിരിച്ചു വീട്ടിലെത്തിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കളിയും ചിരിയും നിറഞ്ഞ വീട്ടില് ഒരു പത്രപരസ്യം കണ്ടു. ഉടനെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോ ഇതൊരു ദുഃഖക്കടലല്ലേ, അതില് ഞാനും ഇങ്ങനെ